ഞാൻ ഈ പറയുന്നത് നമ്മൾ വീടുകളിലും ബിൽഡിങ്ങിലൊക്കെ ഉപയോഗിക്കുന്ന സാധാരണ കേബിളിനെ കുറിച്ചാണ്. ഫസ്റ്റ് നമ്മൾ നോക്കേണ്ടത് വെച്ചാൽ കോപ്പറിൻ്റെ പ്യൂരിറ്റിയാണ്. 99.9% പ്യൂരിറ്റി ഉണ്ടോ എന്നുള്ളത് നോക്കുക. കീപോർട്ട് വരുന്നതോറും നമ്മുടെ കോപ്പറിൻ്റെ പ്യൂരിറ്റി കുറഞ്ഞുകൊണ്ടിരിക്കും. അപ്പം ഇത് നോക്കിയെടുക്കുക. രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ് 2 ആണെന്ന് ഉറപ്പ് വരുത്തുക. ക്ലാസ് 2 ആണെങ്കിൽ ഒരുപാട് ഗുണങ്ങളുണ്ട്. അടുത്ത് നോക്കാനുള്ളത് റെസിസ്റ്റൻസ് ആണ്. റെസിസ്റ്റൻസ് km/20°C പറയുന്നത്. അത് ഏറ്റവും കുറവുള്ളത് ഏതിലാണ് കമ്പനിയിൽ നോക്കിയിട്ട് അത് വാങ്ങുക. കറണ്ട് ക്യാരിങ് കപ്പാസിറ്റി ഏറ്റവും കൂടുതലുള്ളത് നോക്കിയെടുക്കുക. അതുപോലെ തന്നെ ഇൻസുലേഷൻ തിക്നെസ് അതും കൂടുതലുള്ളത് നോക്കിയെടുക്കുക. പിന്നെയുള്ള HR ആണ്. HR എന്ന് പറഞ്ഞാൽ ഹീറ്റ് റെസിസ്റ്റൻസ് അതുണ്ടോയെന്നുള്ളത് നോക്കുക. പിന്നെ FR എന്ന് പറയും ഫയർ റിട്ടാറൻറ്റ്, അതും ഉണ്ടോയെന്ന് ഉറപ്പ് വരുത്തുക. പിന്നെ ISI മുദ്ര പ്രത്യേകം പറയണ്ടല്ലോ, ISI മുദ്ര ഇല്ലാത്ത ഒന്നും എടുക്കരുത്. ഉറുമ്പ് തിന്നാത്ത വയർ എടുക്കുന്നത് നല്ലത് ഉറുമ്പ് കയറാതെ നോക്കുന്നതാണ്. ഉറുമ്പ് എങ്ങനെ കയറാതെ വയറിങ് ചെയ്യാം എന്നതിനെ കുറിച്ചൊരു വീഡിയോ നമ്മൾ പ്രത്യേകം ചെയ്യുന്നുണ്ട്. പിന്നെ നിങ്ങൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യം വെച്ചാൽ ഇവ നിലവിലുള്ള എല്ലാ കമ്പനിയുടെയും ഡ്യൂപ്ലിക്കേറ്റ് സാധനം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അതെങ്ങനെ തിരിച്ചറിയാമെന്നുള്ളത് ഓരോ കമ്പനിയും പല വ്യത്യസ്ത രീതിയിൽ അറിയാൻ പറ്റും. അപ്പോൾ അത് ചെക്ക് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഓരോ വയർ ഉപയോഗിക്കുക. കാരണം മിക്സഡ് ആയിട്ട് പലരും ഡ്യൂപ്ലിക്കേറ്റ് കയറി വരുന്നുണ്ട്, ഒരുപാട് കംപ്ലൈൻറ്റുകൾ കാണുന്നുണ്ട്.